രക്ഷാപ്രവർത്തനത്തിന് ഊർജിതമായ സംവിധാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഏകോപനത്തോടു കൂടിയുള്ള ശക്തമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം വസ്തുതാപരമായി പരിശോധിക്കേണ്ടത്, അവിടെ ഭൂമിശാസ്ത്രപരമായി പാലമടക്കം തകർന്ന് രണ്ട് പ്രദേശങ്ങൾ ഒന്നാകെ കുത്തിയൊഴുകി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ദുർഘടമാകുന്ന ഒരു വശം കൂടിയുണ്ട് എന്നതാണ് പ്രായോഗികമായി. ഇപ്പോൾ ചൂരൽമല വാർഡ് മെമ്പർ CK ഗോപി നമ്മോടൊപ്പം ചേരുകയാണ്. ശരി, നൂറുദ്ദീൻ, CK നൂറുദ്ദീൻ കേൾക്കാമോ? എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നൂറുദ്ദീൻ? അവസ്ഥ ഇന്നലെ രാത്രി 1:30 മണിക്ക് ഉരുൾപൊട്ടി അന്ന് മുതൽ ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും ഉള്ളൂ. രക്ഷാപ്രവർത്തനത്തിന് ആർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പാലം പോയത് കൊണ്ടാണ് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തത്. 250 ആള് പറയൂ നൂറുദ്ദീൻ. മരിച്ചു കിടക്കുന്നുണ്ട്. കുറച്ചാളുകൾ കുടുങ്ങിയിട്ട് രക്ഷിക്കുന്നു പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ നമ്മൾ നിസ്സാരമായി നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഹെലികോപ്റ്ററിൽ എങ്ങനെയെങ്കിലും ഹെയർമാർക്ക് എങ്ങനെയെങ്കിലും ഇവരെ വന്ന് രക്ഷിക്കുക. പ്രദേശം ഏതാണ് ഇപ്പോൾ? മുണ്ടക്കൈ. ഈ കുടുങ്ങിക്കിടക്കുന്നത് നൂറുദ്ദീൻ നിൽക്കുന്നതിന് സമീപത്തുള്ള പ്രദേശത്ത് തന്നെയാണോ? അതെ, തൊട്ടടുത്താണ്. ഞാൻ അവരെ അടുത്ത് പോയി അവരെന്നെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് നൂറുകാർ രക്ഷിക്കുന്നത്. പക്ഷെ കഴിയുന്നില്ല. അവര് വലിയൊരു കോൺക്രീറ്റ് സ്ലാബ് ഇവരെ മേലെ വന്ന് ഇരുന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തട്ടേത് ഒന്നിച്ചിരുന്നാൽ ഇത് രക്ഷപ്പെടുത്തുന്നതിനെന്തായും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. തീർച്ചയായും രക്ഷാപ്രവർത്തകരെ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അവരുമായി സംസാരിക്കാം. 2 ആള് മരിച്ചു കിടക്കുന്നുണ്ട്. എത്ര പേരാണ് മരിച്ചു കിടക്കുന്നത്? അവിടെ 2 പേര് അതിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്നുണ്ട്. ഒരു പയ്യന് കുടുങ്ങിയിട്ട് കയ്യും കാലും കുടുങ്ങിയിട്ട് ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇവനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കെട്ടിടം ഇടിഞ്ഞു വീണതാണോ അതോ വീടാണോ? വീടാണ്. കോൺക്രീറ്റ് വീട് ഇരുന്ന് പോയതാണ്. ഒരു കോൺക്രീറ്റ് വീട്. ആ വീട്ടിനുള്ളിൽ എത്ര പേരുണ്ട് ഏകദേശ കണക്ക് അറിയാനോ? ഓൾറെഡി അതിന്റെ ഉള്ളിൽ 4 പേരുണ്ട്. 4 പേരിലും 3 പേര് മരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നു. ഒരാള് ഇതിന്റെ കോൺക്രീറ്റ് സ്ലാബിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പല ശ്രമം നടത്തി നോക്കി, എന്തെങ്കിലും വലിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരൊറ്റ തൂണിലാണ് നിൽക്കുന്നത്. ഈ തൂണെങ്ങാനും ഇളകിയാൽ ഇതെല്ലാം കൂടെ അമ്പി രക്ഷപ്പെടുത്താൻ. തീർച്ചയായും നൂറുദ്ദീൻ ഈ പ്രദേശം എവിടെയാണെന്ന് പറയൂ. രക്ഷാപ്രവർത്തകൻ റഫീഖ് നമ്മോടൊപ്പം ഉണ്ട്. റഫീഖ്, നൂറുദ്ദീൻ പറയുന്നു ഒരു കെട്ടിടം ഒന്നാകെ ഈ മുണ്ടക്കയിൽ ഇടിഞ്ഞു താഴെയിരിക്കുന്നു. അവിടെ 4 പേർ മരിച്ചിട്ടുണ്ട്. ഒരാൾ ജീവന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. റഫീഖ്, മുണ്ടക്കയിൽ എവിടെയാണ് സ്പോട്ട്? വാർഡ് എവിടെയാണ് നൂറുദ്ദീൻ കറക്റ്റായി സ്പെസിഫൈ ചെയ്യുന്ന സ്ഥലം പറയും. മുണ്ടക്കയില് മസ്ജിദിന്റെ ഏരിയ. മസ്ജിദിന്റെ അവിടെ. അതെ, മസ്ജിദിന്റെ അവിടെയും അതുപോലെ തന്നെ അട്ടമല ഭാഗത്ത് അവിടെയാണ്. പിന്നെ നമ്മളെ 2 സ്ഥലത്താണ് ഇപ്പൊ ആളുകൾ ഉള്ളത്. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. NDRF ടീം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തൊരു വിഷയം കൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ വന്നുകൊണ്ടുള്ള എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കണം. വെതറിന്റെ വിഷയം ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എയർലിഫ്റ്റ് ചെയ്യുന്നതിലൊരു ഈ വെതറിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇറക്കാൻ കഴിയാത്തൊരു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് വെതർ പരിശോധിക്കുന്നുണ്ട്. ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കുന്നുണ്ട്. പേടിക്കണ്ട. എന്തായാലും ആ നിലയിൽ തന്നെ നോക്കുന്നുണ്ട്. നല്ല നിലയിൽ നോക്കുന്നുണ്ട്. ഓക്കെ നൂറുദ്ദീൻ.